അതുപോലെ തന്നെ പല ഇടവഴികളിലേക്കും പൊങ്കാലയുടെ വരി നീളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പൊങ്കാല ലക്ഷക്കണക്കിന് എന്ന് പറയുന്ന നിലയിലേക്ക് 35 ലക്ഷമാണ് ട്രസ്റ്റ് അവകാശപ്പെടുന്നതെങ്കിൽ പോലും അത്രയും അടുത്ത പൊങ്കാലയ്ക്ക് വന്ന ഭക്തജനങ്ങളും നഗരസഭ അഭ്യർത്ഥിച്ചതുപോലെ സ്റ്റീൽ പാത്രങ്ങളും കപ്പുമായിട്ടാണ് വന്നത്. അത് ഏറ്റവും അഭിനന്ദനീയമായിട്ടൊരു കാര്യമാണ്. മുഴുവൻ ആളുകളും നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു. അവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന്റെ ഏറ്റവും പരിസമാപ്തി എന്ന നിലയിലാണ് ഇന്നിപ്പോൾ നഗരം പൊങ്കാലയ്ക്ക് ശേഷം നമ്മൾ വെള്ളം തളിച്ച് കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നത്. തരങ്കിണിയാണ് അതിന്റെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നഗരസഭയുടെ ടാങ്കർ വാഹനങ്ങൾ അടക്കം എല്ലാ സംവിധാനങ്ങളും ഇവിടെ പ്രയോഗിക്കുകയാണ്. 1 മണിയോടുകൂടി മുഴുവൻ കാര്യങ്ങളും വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ചുടുകെട്ട ഏകദേശം 1.5 ലക്ഷത്തോളം നമ്മളിപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി ആ ഇഷ്ടിക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ തയ്യാറായിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും സംസാരിച്ചതിന് ശേഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരായ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കും. അതെ അതെ, ആർട്ടിഫിഷ്യൽ റെയിൻ സിനിമയിലൊക്കെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് മഴ തയ്യാറാക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതെ, സിനിമയ്ക്ക് മഴയുണ്ടാക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നല്ല മഴ തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. നനയാതിരിക്കണമെങ്കിൽ കുറച്ച് മാറി നിൽക്കണം എന്ന് കൂടെ കരുതി എത്തിച്ചു. ഈ പ്രോഗ്രാമിന് നേതൃത്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായിട്ടുള്ള ആശംസകളാണ് ഞാൻ. you.